എന്താ ചെയ്യുന്നേ? അയ്യോ ഒന്നും മിണ്ടാതിരിക്കും, തിരിക്കല്ലേ. ഒന്ന് സമാധാനമായിട്ടിരിക്കുക, ഞാൻ ഓടിക്കല്ലേ. എന്തൊരു ഓട്ടിപ്പായിരുന്നു. രക്ഷപ്പെട്ടു, എങ്ങനെയോ രക്ഷപ്പെട്ടു. സോറി സോറി. സാരമില്ല, ഞാൻ വീണ്ടും സ്റ്റാർട്ട് ചെയ്യാം. കുഴപ്പമില്ലല്ലോ അല്ലേ? ശരി. രാധിക ഒന്നുകൂടി ശ്രമിക്കേ. ഞാൻ ശ്രമിച്ചോണ്ടിരിക്കുക, പക്ഷെ വണ്ടി സ്റ്റാർട്ട് ആവുന്നേ ഇല്ല. ഒരു കാര്യം ചെയ്യാം, നമുക്ക് നടന്നു പോകാം. കുട്ടികളുടെ അടുത്ത് എത്താനുള്ളതല്ലേ? എന്താ പറയുന്നേ? കുട്ടികളുടെ അടുത്ത് എത്താനുള്ളതല്ലേ? വണ്ടി പ്രശ്നത്തിൽ കുരുങ്ങാനാവില്ല. കൂടി ക്ഷമിക്കാം, നമുക്ക് ഒന്നുകൂടി സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. രാധിക, നമുക്ക് നടന്നു പോവാം. മഹേഷ് സാർ പറഞ്ഞത് ശരിയാ. ആണോ? ശരി മഹേഷ് ഏട്ടാ, നിങ്ങൾ കാരണം ഇതെല്ലാം ഉണ്ടായത്. നിങ്ങൾ കൃത്യസമയത്ത് എനിക്ക് വണ്ടി തന്നിരുന്നെങ്കിൽ ഇങ്ങനെ പാതി വഴിയിൽ വണ്ടി നിൽക്കില്ലായിരുന്നു. അതുകൊണ്ടാണ് ഈ രാത്രി നീ ഒന്ന് വേഗം വന്നേ. അതെ, പക്ഷെ വരൂന്നേ. വാ രാധികേ, വേഗം വേഗം വാ. മഹേഷ് ഏട്ടാ, നമ്മുടെ വണ്ടി ഇങ്ങനെ വഴിയിലിട്ടിട്ട് ഒരു പ്രശ്നമില്ല, അത് പിന്നെ നോക്കാം. നീ ഇത് വേഗം വന്നേ. നിനക്ക് എന്താണ് തോന്നുന്നേ? ആരാ ഞാൻ? ഞാനെന്താ ജോക്കറാണോ? അല്ല. പിന്നെ എന്തിനാണ് കാർന്നേ? നിനക്കറിയോ ഞാൻ ആരാണെന്ന്? ഐ ആം KK. യാ, ക്രൂരനും കച്ചടയുമായി ഇൻസ്പെക്ടർ. ഓ, അത് ശരി. യാ, എനിക്ക് ട്രാൻസ്ഫർ ഏത് ടൗണിലാണ് കിട്ടുന്നത് അവിടെ മൊത്തം തൂത്തു വെളുപ്പിച്ചിരിക്കും. വലിയ വലിയ ഗുണ്ടകൾ പോലും ഭയന്നു പോകും എന്റെ പേര് കേട്ടാ. പിന്നെ പലതവണ എന്നെ കുറിച്ചുള്ള വാർത്ത ന്യൂസ് പേപ്പറിൽ വന്നിട്ടുണ്ട്, വിത്ത് ഫോട്ടോയോടുകൂടി. കുട്ടിക്കാലം തൊട്ട് ഞാൻ ഹാൻസോ ആണ്, നാട്ടിലെ ഹീറോ, പെമ്പിള്ളാരുടെ ഫേവറേറ്റ് ആണ്. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ കള്ളന്മാർക്ക് എന്നെ പേടിയാണെന്നാണ്. ആണോ? എനിവേസ്, കള്ളന്റെ കാര്യത്തിലേക്ക് വരാം നമുക്ക്. നീ മര്യാദയ്ക്ക് പറഞ്ഞു, ആ കള്ളനെ എവിടെ ഒളിപ്പിച്ചു വെച്ചേക്കുന്നേനാ? ഏത് കള്ളൻ? ഇൻസ്പെക്ടർ, എവിടെ പോവാ? എന്റെ കയ്യില് 10 കോഴിയുടെ രത്നമുണ്ട്. നീ ആ പോലീസുകാരനെ തന്നെ രക്ഷിച്ച അതിന്റെ പകുതി ഞാൻ നിനക്ക് തരും. നമുക്ക് രണ്ടോ കൂടെ പങ്കിട്ടെടുക്കാം. എന്ത് പറ്റി ഇൻസ്പെക്ടർ? എല്ലാം ശരിയല്ലേ? ഇവിടെ എന്തോ ശബ്ദം കേട്ടല്ലോ. ശബ്ദം? ഏയ്, മര്യാദയ്ക്ക് അനങ്ങുന്ന എന്തിനാ? ഇവൻ അനങ്ങുകയാണ്. എന്താണ് നീ ചിരിക്കുന്നത്? അതെ, ഒരു ജോക്ക് ഓർമ്മ വന്നു ഇൻസ്പെക്ടർ. ജോക്ക്? ഏത് കള്ളനെയാണോ ഞാൻ അന്വേഷിക്കുന്നത്? അവൻ വലിയ കുഴപ്പക്കാരനാണ്. ആദ്യം അവൻ തലയായിരിക്കും പൊട്ടിക്കുന്നത്, പിന്നീട് പൂട്ട് പൊളിക്കും. എന്നാ കണ്ടാലോ, എന്റെ ദൈവമേ, ഗംഭീരനാ അവൻ, ഗംഭീരൻ. അതായത് ബുള്ളറ്റ് മുകളിലേക്ക് എറിഞ്ഞ് തോക്കോണ്ട് ടിഷ്കാ ടിഷ്കാ. നീ പേടിച്ചു അല്ലേ? ചിരിക്കണം അങ്ങോട്ട്. കണ്ടു ആ സിനിമയിൽ. കറക്റ്റ്. അവൻ ഹീറോയുടെ സ്റ്റൈൽ കോപ്പി അടിച്ചിരിക്കുകയാണ്. പിന്നെ അറിയോ, ആ വൃത്തികെട്ടവന്റെ പേര് ഞാനായി ഇട്ടിരിക്കുന്നത്, അതായത് വില്ലൻ എന്ന്. അവന്റെ ഒറിജിനൽ പേര് എന്താണെന്ന് അറിയോ നിങ്ങൾക്ക്? ബാബ്ലി. ബാബുലിയാ? വേറെ ഒരു പേരും കിട്ടിയില്ല അവന്. ബാബ്ലി. അതെന്താണെന്നറിയോ, ഒരു ദിവസം ഞാൻ പോലീസ് സ്റ്റേഷനിൽ ഇരിക്കായിരുന്നു, വില്ലൻ എന്ന സിനിമ കണ്ടോണ്ടിരിക്കായിരുന്നു. അപ്പൊ എനിക്ക് ഫോൺ വന്നു, ബാബുലി ചാടിപ്പോയെന്ന്. എന്റെ ശ്വാസം അങ്ങ് നിന്നുപോയി. കാരണം വില്ലനല്ലേ ചാടിപ്പോയത്. അന്ന് മുതൽ 50 ഗ്രാമങ്ങൾ അവനെ വില്ലൻ എന്നാ വിളിക്കുന്നത്. പക്ഷെ ഇൻസ്പെക്ടർ, ഗ്രാമം? ഗ്രാമം. പിന്നെ നിനക്കിത് പട്ടണമായിരിക്കും, പക്ഷെ എനിക്ക് ഗ്രാമമായത്. നീ അതൊക്കെ വിടങ്ങോട്ട്. നീ കള്ളനെ കുറിച്ച് പറയേ. പിന്നൊരു കാര്യം കൂടെ, ആ ബബ്ലിയെ കണ്ടാലുണ്ടല്ലോ, അവന്റെ നിഴലിനടുത്ത് പോലും പോവരുത്. അവനെ കണ്ടു കഴിഞ്ഞാ നല്ല ഒന്നാം തരം ജെന്റിൽമാൻ ടൈപ്പാണ്.
പഠിപ്പും ഇവരൊക്കെ ഉള്ളതുപോലെ തോന്നും. എന്നാ ഒരു സത്യം പറയട്ടെ, ഞാൻ വെറും 5ാം ക്ലാസ്സും ഗുസ്തിയുമാണെന്നേ. അത് കൊള്ളാം. ഇവൻ ഈ ചെറുക്കൻ എന്താ ഈ ചെയ്യുന്നേ? ആ ഗുണ്ടകളെ വിരട്ടുന്നതിന് പകരം അവരോട് കത്തി വെക്കാണ് അവൻ. പിന്നെ എന്ത് പേടിക്കാൻ, ഞാൻ 8ാം ക്ലാസ് പാസ്സാ. നിന്നോട് ഞാൻ എന്താ പറഞ്ഞത്? പുറത്താക്കി തന്നെ ഗ്യാങ്ങിൽ നിന്ന് ഇപ്പൊ തന്നെ പുറത്താക്കണം. ഗ്രേറ്റ്. ഇനി ഈ ഡ്രാമ അങ്ങ് നടന്നോളും. ആ സമയം കൊണ്ട് സമീർ സൃഷ്ടിയെ രക്ഷപ്പെടുത്തുകയും ചെയ്യും. അതാ ഓട്ടോ. അത് അവിടെ ഒരു ഓട്ടോ ഉണ്ട്. ആ പറയൂ ചക്കരെ, എനിക്കും നിന്നെ വളരെ ഇഷ്ടമാണ്. എടാ ഞാൻ പറഞ്ഞതല്ലേ, കേട്ടില്ലേ? എന്റെ മോളെ മനസ്സിലാക്ക്. ശരി മോളെ, ഫോൺ വെക്ക്. ചേട്ടാ, ഞങ്ങൾക്ക് ഒരു സ്ഥലം വരെ പോണം. ഇപ്പൊ തന്നെ വൈകി. ആദ്യം നിങ്ങൾ ആ ഓട്ടോയിൽ കയറി ഞങ്ങൾ അവിടെ എത്തിക്കുക, എന്നിട്ട് നിങ്ങൾ കാര്യം പറയും. സോറി മേഡം, ഞാൻ എന്റെ ഭാര്യയോടൊന്ന് സംസാരിക്കുക. ഞങ്ങളുടെ കല്യാണം അടുത്തിടെയാ കഴിഞ്ഞത്. എന്റെ ഭഗവാനെ, നിങ്ങള് ഇത്രയും വൈകിയാണോ കല്യാണം കഴിച്ചത്? നിങ്ങൾക്ക് ഈ പ്രായത്തിലാണോ കല്യാണം കഴിഞ്ഞത്? നോക്കി, എന്റെ ഭാര്യയ്ക്ക് ദേഷ്യം വന്നു, അവള് ഫോണും വെച്ചു. എന്റെ ബ്രദർ, നിന്റെ ദേഷ്യമല്ല, ഇവളുടെ ദേഷ്യത്തിന് എന്നെ ഇവിടെ വെച്ച് കൊന്നനെ. ശരി, ഒരു കാര്യം ചെയ്യ്. ദേഷ്യപ്പെട്ടല്ലോ, ഒരു കാര്യം ചെയ്യ്. ഇതിനെ കുറിച്ച് അന്വേഷിക്കണ്ട. നിങ്ങൾ ഇവിടെ വന്നേ. ഇത് വെച്ചോളൂ, ഈ കാശ് വെച്ചോ. പിന്നെ ഇത് എന്റെ അഡ്രസ്. വോട്ട് ഞങ്ങൾ എടുക്കുന്നു, ഞങ്ങൾ ഓടിച്ചോളാം വോട്ടോ. നിങ്ങൾ ഈ അഡ്രസ് വെച്ചോ. നിങ്ങളുടെ വോട്ട് ഞാൻ തിരികെ തരും. ഇനി വേണമെങ്കിൽ വീണ്ടും തരും. ടെൻഷൻ അടിക്കണ്ട കേട്ടോ. പൊന്നു ചേട്ടാ, നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യയുടെ കൂടെ സമയം ചെലവഴിക്കണം അല്ലേ? ഒരു കാര്യം ചെയ്യാം, നിങ്ങൾ അവിടെങ്ങാനും പോയി ഭാര്യയുടെ കൂടെ ഡ്യുവറ്റും പാടിയിരിക്കും. വാരാധികെ പോകാം. സരള, നിനക്ക് ഓട്ടോ ഓടിക്കാൻ അറിയോ? ആ, എനിക്കറിയാം. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഓടിച്ചതാ ഞാൻ. അത് ഞങ്ങളുടെ സിന്ദൂര ഹാളിൽ സാധനങ്ങൾ കൊണ്ടുവരാൻ അന്ന് ടെമ്പോ വരില്ലായിരുന്നോ? അതിന്റെ ഡ്രൈവർ ഗോപി 2-3 മാസം വരാതിരുന്നപ്പോ അന്ന് ഞാനാ ഓടിച്ചത്. ആ, എനിക്കറിയാം ഓടിക്കാൻ. നിങ്ങൾ വേഗം കയറ്. വെരി ഗുഡ് സർ. ശരി, വേഗം കയറ്. വേണ്ട, ഞാൻ ഓടിക്കാം. എത്രയും പെട്ടെന്ന് കുട്ടികളുടെ അടുത്ത് എത്തണം. വേഗം കയറ്. 2000 രൂപ കിട്ടിയിട്ടുണ്ട് എനിക്കിന്ന്. കാര്യം എന്തൊക്കെയായാലും നിങ്ങളൊക്കെ ഉണ്ടല്ലോ, വളരെ ഡേഞ്ചറസ് ആയ പെണ്ണുങ്ങളാണ്. അതായത് എന്ത് ചെയ്തു കളയും. എന്ത് ചെയ്യാനാ മഹേഷ് സാറേ? അമ്മയല്ലേ. എപ്പോ തന്റെ കുട്ടികൾക്ക് പ്രശ്നം ഉണ്ടാവുന്നു അപ്പോ അമ്മ പെൺകടുവയെ പോലെ അവരെ രക്ഷിക്കാനായിട്ട് ഇറങ്ങിത്തിരിക്കും. വളരെ ശരിയാ സരള നീ പറഞ്ഞത്. അങ്ങനെയുള്ള സമയങ്ങളിൽ അമ്മമാർ എന്തും ചെയ്യും നമ്മുടെ കുട്ടികളുടെ സുരക്ഷയ്ക്കായിട്ട്. എന്തായാലും എനിക്ക് പൂർണ്ണ വിശ്വാസമാണ് നമ്മുടെ കിരൺ, രോഹിത്, സമീർ, പിന്നെ പ്രീത എല്ലാവരും കൂടി സൃഷ്ടിയെ രക്ഷിക്കും. പക്ഷെ എന്നാലും മക്കൾ എപ്പോഴും മക്കൾ തന്നെയാണ്. അവർക്ക് മുതിർന്നവരുടെ ആവശ്യം എപ്പോഴും ആവശ്യമായിട്ട് വരും. അതുകൊണ്ട് നമ്മൾ അവിടെ വേഗം എത്തേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഈ നിഖിലുണ്ടല്ലോ, വളരെ ഡേഞ്ചറാണ്. എനിക്കറിയാം അവനെ വർഷങ്ങളായിട്ട്. ആദ്യം അവൻ എന്റെ ബുൾബുളിന്റെ പിന്നാലെയായിരുന്നു. അവൻ വളരെ ശല്യം ചെയ്തിരുന്നു. അപ്പോഴാണ് ഞാൻ അവനെ തല്ലിയത്. ഇപ്പൊ അവനെന്റെ സൃഷ്ടിയുടെ പിറകെയാ നടക്കുന്നേ. അവനെ വെറുതെ വിടില്ല ഞാൻ. അവനെ തല്ലും ഞാൻ. അതവൻ മരണം വരെ മറക്കില്ല. നിങ്ങൾ പേടിക്കാതെ, ഞങ്ങൾ കൂടെ ഉണ്ടല്ലോ. പക്ഷെ എനിക്ക് ഇക്കാര്യത്തിൽ ടെൻഷനുണ്ട്. അതായത് കിരൺ പലപ്പോഴും സ്വയം മറക്കും. അറിയില്ല എന്ത് സംഭവിക്കുമെന്ന്. നമുക്ക് എത്രയും വേഗം അവിടെ എത്തേണ്ടതുണ്ട്. ഞാൻ ഓടിക്കുകയാണ് മഹേഷ്. അതെല്ലാം ശരിയാകും സരള. നിങ്ങൾ വേഗത്തിൽ വണ്ടി ഓടിക്കുക. ശരി. മുന്നോട്ട് നിർത്തിയേ. ശരി സാർ. നിങ്ങളെല്ലാം നല്ല കെയർഫുൾ ആയിരിക്കണം. ആ കള്ളൻ ഏത് സമയം വേണമെങ്കിലും ഇവിടെ എത്താം. വളരെ ഷാർപ്പായ കള്ളനാവൻ, വളരെ അപകടകാരിയും. ഇതെന്താ? ഗൺ. നല്ല കാര്യം. അപ്പൊ നിങ്ങളെല്ലാവരും റെഡിയല്ലേ? ഇതിലെന്താടാ? പുറത്തെടുക്ക. എന്താ നീ എടുക്കുന്നില്ലേ? നിങ്ങളെല്ലാം ഓൾറെഡി തയ്യാറാണ്. വലിയ ആൾക്കാരല്ലേ? നിന്റെ പുറകിൽ എന്താടാ? എടുക്കെടുക്ക വേഗം. എന്താ നീ എടുക്കുന്നില്ലേ? ഗോഡ്. ഇവൻ ഈ ചെറുക്കൻ ഇത് എന്താ ചെയ്യുന്നേ? വീണ്ടും വീണ്ടും സമയം കളയണല്ലോ. ഇൻസ്പെക്ടർ, നീ ആരായാലും നിന്റെ മേലെ എനിക്കൊരു സംശയമുണ്ട്. നീ എന്റെ മുഴുവൻ ആളുകളുടെയും കയ്യിൽ തോക്ക് കണ്ടു, പക്ഷെ നീ റിയാക്ട് ചെയ്തില്ല. അതായത് ഇൻസ്പെക്ടർ ആയിരുന്നെങ്കിൽ ഉറപ്പായും ആക്ഷൻ എടുക്കുമായിരുന്നു. ആരാണെന്ന് പറ. വിടവനെ. തമാശ കാണിച്ച മക്കളെ. റിലാക്സ്. തോക്കൊക്കെ അകത്ത് വെക്ക. അകത്ത് വെക്കുന്നേ. ഞാനിതാ അകത്ത് വെക്കാൻ പോവാ. കാണുന്നില്ലേ? ഇനി നീ നിന്റെ ചോദ്യത്തിന്റെ ഉത്തരം കേട്ടോ. അതെന്താന്നോ? ഞാൻ നിന്റെയൊക്കെ കൂടെ സമയം കളയാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ഇന്നത്തെ എന്റെ ആ വില്ലനാണ്. ജെന്റിൽമാനായ വില്ലൻ. യെസ്. പിന്നെ നിങ്ങളാരും എന്നെ ടെൻഷൻ അടുപ്പിക്കുന്നില്ലെങ്കിൽ പിന്നെ ഞാൻ എന്തിനാ നിങ്ങളെ ടെൻഷൻ ആക്കുന്നത്? ഞാൻ അവനെ പിടിക്കാൻ വേണ്ടി ഇങ്ങോട്ട് വന്നത് അറിയാമോ? എന്താന്ന്? 10 കോടി അവന്റെ ഇനാം. അതെ, 10 crore.
പക്ഷെ എനിക്ക് അറിയാൻ കഴിയുന്നില്ല ആ തെമ്മാടി എവിടെയാ പോയി ഒളിച്ചിരിക്കുന്നതെന്ന്. മതിയടാ മതി. എന്തായി ചെയ്യുന്നേ? നിന്നോട് ഞാൻ എത്ര തവണ പറഞ്ഞതാടാ കള്ള പോലീസ്, ഞാൻ പോക്കരടിക്കാരനല്ല ഡയമണ്ട് കള്ളനാണെന്ന്. നീ പുറത്തു വന്നു അല്ലേ? ഡയമണ്ട് കള്ളൻ, ഡയമണ്ടിന്റെ അർത്ഥം ഡയമണ്ട് കള്ളൻ. 10 കോടി എന്റെ തലയ്ക്ക് വില. ഇത് വെച്ചവനെ കൊല്ല്. അവൻ നീ എന്താ ചെയ്യുന്നേ? നീ പറഞ്ഞിരുന്നില്ലേ എനിക്ക് ഡയമണ്ട് തരാന്ന്? നിന്നെ രക്ഷിച്ചാൽ പകുതി ഡയമണ്ട് എനിക്ക് തരാന്ന് പറഞ്ഞിരുന്നില്ലേ? വെടിവെക്കേ, കൊല്ലവനെ. മൈ ഗോഡ്, എന്റെ തോക്കിലാണെങ്കിൽ ഉണ്ടയില്ല. പക്ഷെ ഏട്ടന് കൃത്യമായി കിട്ടിയതും അസൽ ഗണ്ണായിരുന്നല്ലോ. വെൽ ഡൺ കിരൺ, നീ ഇവന്മാരെയൊക്കെ ശരിക്കും മണ്ടന്മാരാക്കി. പക്ഷെ ഡ്യൂപ്പിന് പകരം ഒറിജിനൽ തോക്ക കയ്യിലായി പോയെ. മീൻസ് പ്ലാൻ സക്സസ്. ഞാനാ വില്ലൻ, ഞാനാണ് വില്ലൻ. സൃഷ്ടി, ഇല്ല 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 അല്ല. സൃഷ്ടി, ഇല്ല 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 ഇല്ല. എന്ത് ചെയ്യോ നീ? നീ ഓക്കെ അല്ലേ? മിസ്റ്റർ കൊള്ളക്കാരൻ, നിങ്ങളെ കാണാൻ എന്റെ സമീറിനെ പോലെ തന്നെയുണ്ട്. സമീറിനെ പോലെ തന്നെ ഉണ്ടെന്ന് വെച്ചാ ഞാൻ സമീർ അല്ലെന്നാണോ? എന്ത് പറ്റി നിനക്ക്? നീ സമീറാണെന്ന് പറഞ്ഞ പിന്നെ മിസ്റ്റർ കൊള്ളക്കാരനല്ലേ? അല്ലടി പെണ്ണെ, ഞാൻ കൊള്ളക്കാരനല്ല, ഞാൻ സമീർ തന്നെയാണ്. പിന്നെ എന്റെ ഗെറ്റപ്പ് എങ്ങനെയുണ്ട്? സമീർ, നീ റിയലി? ശബ്ദം ഉണ്ടാക്കല്ലേ. ഞാൻ നിന്നെ രക്ഷിക്കാൻ വേണ്ടി വന്നതാ, അല്ലാതെ ബന്ദിയാവാനല്ല. എന്നെ ഈ ഗുണ്ടകളുടെ ക്യാമ്പില് ബന്ദിയാക്കി ഇരുത്തരുത്. അതുകൊണ്ട് ശബ്ദം ഉണ്ടാക്കരുത്. ഓക്കെ, ഗുഡ് ഗേൾ. നീ എന്നെ രക്ഷിക്കാൻ വന്നതാണോ? അതെ. എനിക്ക് തോന്നിയത് ഞാൻ സ്വപ്നം കാണുവാണെന്നാ. എന്നുവെച്ചാ ഞാൻ പറഞ്ഞത് നിന്നെ എനിക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു, പക്ഷെ നീ റിയൽ അല്ലാന്നാ ഞാൻ വിചാരിച്ചെ. അപ്പൊ നീ ആക്ച്വലി ഇവിടെ ഇല്ലായിരുന്നെങ്കിൽ പിന്നെ ഞാൻ എങ്ങനെയാ നിന്നെ കണ്ടത്? നീ എന്നെ രക്ഷിക്കാൻ വന്നിരിക്കുക. നിന്റെ എങ്ങനെ പരസ്പര ബന്ധമില്ലാതെ സംസാരിക്കുന്നത്? നീ പറയുന്നത് കേട്ടാ എങ്ങനെ തോന്നും അവർ നിന്നെ ഹോളി ആഘോഷിക്കാൻ കൊണ്ടുവന്നാണെന്ന്? നീ സന്തോഷിക്കുന്നത് കണ്ടാ കരുത് നിനക്കെന്തോ നിധി കിട്ടിയെന്ന്, അതോ ലോട്ടറി അടിച്ചതാണോന്ന്. ഭ്രാന്തായോ നിനക്ക്? ജസ്റ്റ് റിലാക്സ്, നമുക്ക് ഉടനെ പുറത്ത് കിടക്കണം. അല്ല, അത് ഞാൻ പറഞ്ഞെന്താന്ന് വെച്ചാ, നീ ഇവിടെ ഇത്രയും കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി എന്നെ രക്ഷിക്കാൻ വേണ്ടി വന്നില്ലേ? ഇവിടെ എന്തൊക്കെ അപകടങ്ങളാ, ഗുണ്ടകളാ. എന്നിട്ട് നീ ഇതെന്തൊക്കെയാ പറയുന്ന സൃഷ്ടി? ഞാൻ നിനക്ക് വേണ്ടി എവിടെ വേണേലും വരും. ബിക്കോസ് യു റിയലി വാല്യൂ ടു മീ. നീ എനിക്ക് വളരെ വിലപ്പെട്ടതാണ്. സമീർ, പ്ലീസ് എന്നെ ഒന്ന് ഹഗ് ചെയ്യോ? എന്റെ കൈ കെട്ടി വെച്ചിരിക്കാൻ എനിക്ക് നിന്നെ ഹഗ് ചെയ്യാൻ പറ്റില്ല. പ്ലീസ് എന്നെ ഒന്ന് ഹഗ് ചെയ്യോ, പ്ലീസ്. താങ്ക് യു സോ മച്ച് സമീർ. എനിക്ക് ഒരുപാട് സന്തോഷായി. എന്റെ സൃഷ്ടി, ഞാനിവിടെ ഒറ്റയ്ക്കല്ല വന്നത്. എനിക്കൊപ്പം രോഹിതേട്ടനും കിരൺ ചേട്ടനും ഉണ്ട്. അവർ പുറത്തുനിന്ന് ഡ്രാമ ചെയ്യുന്നുണ്ട് ഗുണ്ടകളെ പറ്റിക്കാൻ. ആ സമയത്ത് ഞാൻ നിന്നെയും കൂടി രക്ഷപ്പെടും. അപ്പൊ എന്റെ പ്രീത ചേച്ചിയോ? പ്രീത ചേച്ചി എന്തായാലും വന്നിട്ടുണ്ടാവും, എനിക്കറിയാം. അതെ അതെ, പ്രീതയും വന്നിട്ടുണ്ട്. അവള് പുറത്ത് വെയിറ്റ് ചെയ്യാം. അകത്ത് വലിയ പ്രശ്നം ഉണ്ടായാലോ, അതുകൊണ്ട് ചേട്ടൻ പറഞ്ഞ് പുറത്ത് വെയിറ്റ് ചെയ്യാൻ. അവക്കതല്ലേ സേഫ്. ഡോണ്ട് വറി. പ്രീത ചേച്ചി എന്ത് ദേഷ്യത്തിലായിരിക്കും? പ്രീത ചേച്ചിക്ക് ഒരുപാട് വിഷമായിട്ടുണ്ടാവും.
എന്നെ കാണാൻ വേണ്ടി ധൃതി പിടിക്കല്ലേ? നീ 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 ഒന്നും മിണ്ടാതിരിക്കെ. ഞാൻ എല്ലാം പറഞ്ഞോളാം. എല്ലാവർക്കും എന്നെ ഇഷ്ടമാ. ഇതെന്ത് പറ്റി ഇവർക്കല്ല? ഇതുവരെ തിരിച്ചു വരാത്തെന്താ? സമയം പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവർക്കെന്താ മനസ്സിലാകാത്തത്? എന്തെങ്കിലും പറ്റിയെന്തോ? ഇനി ഞാൻ എന്തായാലും ഇവിടെ നിന്നിട്ട് കാര്യമില്ല. ഞാൻ നേരിട്ട് പോകും. എന്നിട്ട് എന്നെ അനിയത്തി കൂട്ടിക്കൊണ്ടുവരും. കിരൺ വലിയ ഡയലോഗ് അടിച്ചല്ലോ. മാൻ പവർ ആൻഡ് ഓൾ ദാറ്റ്. ഇതുവരെ പുറത്തു വന്നില്ല. അവൻ എന്തായാലും വുമൺ പവർ കാണിച്ചു കൊടുക്കണം. അവൻ എന്തെങ്കിലും പറയട്ടെ, എന്തെങ്കിലും ചെയ്യട്ടെ. ഞാൻ അകത്ത് പോയിരിക്കും. ഞാൻ ആരാന്ന് കാണിച്ചു കൊടുക്കും. ആരാ നീ? എടി പെണ്ണെ, നിന്നെ ഞാൻ കണ്ടു. നീ ആ തോട്ടക്കാലി പെണ്ണിന്റെ ചേച്ചിയല്ലേ? എണീക്ക്. നിന്നെ ഞാൻ വെറുതെ വിടില്ല. എടി പെണ്ണെ, നിന്നോടാ പറഞ്ഞ പുറത്തു വരാൻ. ഇങ്ങനെ പറഞ്ഞ അവള് കേക്കില്ല.